ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താരകങ്ങൾ മേൽ നിൽക്കുന്ന രാവ് അട്ടതയുടെ ആരവങ്ങളിലും മണ്ണും മിന്നും സന്തോഷിച്ച് ഉല്ലാസിക്കുന്ന രാവ് അത് പ്രത്യേകിച്ചൊരു ആനന്ദത്തിൻ്റെ തിരിപ്പിറവിക്കാനാണ് ഒരുങ്ങുകയാണ്. ഈ ക്രിസ്മസ് രാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സർവ്വസ്വനായ പിതാവിൻ്റെ സ്നേഹവും പുത്രനായ ഈശോയുടെ ത്യാഗവും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ വസിക്കലുമാണ്. സർവ്വത്തിനും സൗഭാഗ്യം വിടുന്ന കാലത്തിൻ്റെ പരിമിതികൾ സ്വന്തമാക്കിയ ഉണ്ണീശോ എന്നും നമുക്ക് പ്രത്യേകിച്ച് ദിവ്യമായിരിക്കും. ഈ തിരുപ്പിറവിയുടെ ആനന്ദം നിറയ്ക്കുന്ന ത്യാഗത്തിൻ്റെ ഓർമ്മ കൂടിയാണ്. തിരുസൂര്യ വാസമെടുക്കാൻ അപമാനങ്ങൾ ഏറ്റെടുത്ത മേരിയുടെയും ഉണ്ണിയുടെ വളർത്തുപിതാവാകാൻ സ്വപ്നങ്ങൾ ധ്യാനം ചെയ്ത യോസേപ്പിതാവിൻ്റെയും ഉണ്ണിയെ ഒരു നോക്ക് കാണാൻ വേദനകൾ ഏറ്റെടുത്ത് മുൻകൂടി നേടുന്നതെന്ന ആട്ടിടയരുടെയും ഏർദൂരം പിന്നിട്ട് രക്ഷകനെ കാണാനെത്തിയ ജ്ഞാനികളുടെയും സഹനങ്ങൾ ഉണ്ണീശോയെ കണ്ട നിമിഷം സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കണ്ണീർ കണങ്ങളായി. അത് നമ്മുടെ കുഞ്ഞു സഹനങ്ങളല്ലാതെ മറ്റെന്താണ് ഉണ്ണീശോയ്ക്ക് സമ്മാനമായി നൽകാൻ നമുക്കുള്ളത്? സ്വർഗം നമുക്ക് നൽകുന്ന കൃപകൾ നഷ്ടമാക്കാതെ പരിശുദ്ധ അമ്മയെപ്പോലെ യോസേപ്പിതാവിനെ പോലെ ആട്ടിടയരെ പോലെ നിഷ്കളങ്ക മനസ്സോടെ നിർമ്മല ഹൃദയമൊരുക്കി ഉണ്ണിയെ നമുക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.